بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള റിസാല അഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം, ശേഷം അത് അദ്ദേഹം ഒരു റിസാലയാക്കി മാറ്റിയ അദ്ദുആ അല്ലദീ ലാ യുറദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളാത്ത, അവൻ നിരാകരിക്കാത്ത ദുആ എന്ന അധ്യായത്തിലാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ആരംഭത്തിലുള്ള ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നൽകിയതിനു ശേഷം അവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുക എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇഹലോകവും പരലോകവും എല്ലാം വിജയിച്ചതായി. ഒരുവൻ റബ്ബിനോട് നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തേടുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ചെന്ന് കരുതുക. അതിനേക്കാളും വലിയ എന്ത് നിഅമത്താണ് അവന് കിട്ടാനുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായി അവൻ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിപ്പിച്ചാൽ അതവന് മതിയായതാണ്. അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. അള്ളാഹു അത് സ്വീകരിച്ചാൽ അതല്ലാതെ മറ്റെന്താണ് അവന് അതിനേക്കാളും വലുതായി കിട്ടാനുള്ളത്? അവൻ അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, റബ്ബേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം, ഞാൻ സ്വർഗം ചോദിക്കുകയാണ് എന്ന് റബ്ബിനോട് ചോദിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകിയാൽ അതിനേക്കാളും വലിയ എന്ത് നിഅമത്താണ് നമുക്ക് റബ്ബിൽ നിന്നും കിട്ടാനുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആഇന്റെ വിഷയം എന്ന് പറയുന്നത് അതീവ ഗൗരവമായ വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളുടെ ദുആ സ്വീകരിക്കുന്നവനാണ്. അല്ലാഹു അത് കൽപ്പിച്ചതായും അതിനെ പ്രോത്സാഹിപ്പിച്ചതായും തുടങ്ങി ധാരാളം ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. പക്ഷേ ആ ദുആ റബ്ബിങ്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അവൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്, ചില ഷർത്തുകൾ അവൻ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ദുആ അവരിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുന്നത്. ചില കാര്യങ്ങൾ ദുആ ചെയ്യുന്നവന്റെ ജീവിതത്തിൽ അവനിൽ ഉണ്ടാകാൻ പാടില്ല. മവാനിഉ ദുആ, ദുആയെ തടയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിൽ നിന്നും അവൻ വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതുപോലെ അവന്റെ ദുആ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടി നാം ചെയ്യേണ്ടതായ ചില മര്യാദകളുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഒന്നാമത്തേത് ഹുളൂറുൽ ഖൽബ്, ദുആ ചെയ്യുന്നവൻ അവൻ പൂർണ്ണമായ ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. എന്തിനെ കുറിച്ചാണ് ദുആ ചെയ്യുന്നതുള്ള ബോധ്യം ഉണ്ടാകണം. നാം പറഞ്ഞു അതിനുവേണ്ടി ആ ദുആയെക്കുറിച്ച് അവൻ ചോദിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്താണ് അവൻ ചോദിക്കുന്നത്, അതിന്റെ അർത്ഥം അവൻ അറിയേണ്ടതുണ്ട്, അതിന്റെ ആശയവ്യാപ്തി അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹൃദയം പൂർണ്ണമായി റബ്ബിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. റബ്ബിനോടൊരു കാര്യം ചോദിക്കുന്നു, പക്ഷെ അവന്റെ ഹൃദയം എവിടെയെല്ലാം കറങ്ങുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചൊരു ചിന്ത പോലും അവനില്ല എങ്കിൽ എന്ത് ദുആയാണ് നാം റബ്ബിനോട് നടത്തുന്നത്? ഒന്നാമത്തെ കാര്യം അതാണ് നമ്മൾ പറഞ്ഞത്, ഹുളൂറുൽ ഖൽബ്. അശ്രദ്ധയുള്ളവന്റെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് കൃത്യമായ ഹൃദയം, അത് നമ്മൾ ഹൃദയ സാന്നിധ്യം അത് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ നമ്മൾ അത് തിരഞ്ഞെടുക്കണമെന്നാണ്. 6 സന്ദർഭങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. ആ സന്ദർഭങ്ങളിൽ പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് ഉത്തരം നൽകുന്നതായി കാണാൻ സാധിക്കും. അത് എത്രയോ അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നമുക്ക് പ്രത്യേകമായ ആവശ്യമുണ്ടാകുന്ന സമയത്ത് റബ്ബിനോട് എഴുന്നേറ്റ് ദുആ ചെയ്താൽ അത് ഉത്തരം നൽകുന്ന എത്രയോ സന്ദർഭങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. അത് നമുക്ക് കാണാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഖുശൂഉൽ ഖൽബി വൻകിസാറുഹു ബൈന യദൈ റബ്ബി അസ്സ വജൽ ദുല്ലൻ വതദറുആ. ഖുശൂഉൽ ഖൽബ്, ഹൃദയത്തിന് നല്ല ഭയഭക്തി ഉണ്ടാകേണ്ടതുണ്ട്. വൻകിസാറുഹു ബൈന യദൈ റബ്ബിഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ മുന്നിൽ ഹൃദയം പൊട്ടിക്കൊണ്ട് ദുആ ചെയ്യണം. ദുല്ലൻ വതദറുആ, അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടിയും താഴ്മയോടുകൂടിയുമാണ് റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. റബ്ബിനോട് നാം
ദുആ ചെയ്യുന്ന സമയത്ത് ഒന്നും ആവശ്യമില്ലാത്തവനെ പോലെ, എല്ലാം തികഞ്ഞവനെ പോലെ, ഒരു ധന്യനായ ഒരുവൻ എന്തോ ഒരാവശ്യവുമില്ലാതെ ചോദിക്കുന്നവനെ പോലെ ചോദിച്ചാൽ പോരാ, മറിച്ചൊരു ഫഖീറിനെ പോലെ ചോദിക്കണം. നീ എല്ലാത്തിനും ആവശ്യക്കാരനായ ഒരുവനാണ്, നിനക്ക് റബ്ബിന്റെ സഹായമില്ലാതെ ഒന്നും തന്നെ ഇവിടെ നടക്കുകയില്ല എന്ന അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടിയും താഴ്മയോടുകൂടിയും ഒരു കിബറുമില്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ ദുആ ചെയ്യേണ്ടത്. ഇത് ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദുആ ചെയ്യുന്ന സമയത്ത് ഒരുവന്റെ ഹൃദയം എങ്ങനെയാണുള്ളത് അതിനനുസരിച്ചാണ് അവന് ദുആക്ക് ഉത്തരം ലഭിക്കുന്നത്. എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഭയഭക്തിയോടുകൂടി റബ്ബേ ഇത് നീ സ്വീകരിക്കണം, റബ്ബേ എനിക്ക് നീ ചെയ്തു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദരിദ്രനായ ഒരുവൻ അവൻ യാചിക്കുന്നത് പോലെ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ തള്ളിക്കളയുകയില്ല. നാം നേരത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ള ആ ആയത്ത് പാരായണം ചെയ്തിരുന്നു. അല്ലാഹു പറഞ്ഞു, ദുഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യണം, തദർറുഅൻ വ ഖുഫ്യ, വിനയത്തോടുകൂടിയും അതുപോലെ രഹസ്യമാക്കിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ധാരാളമായി ഒച്ചയുണ്ടാക്കിയിട്ടല്ല ദുആ ചെയ്യേണ്ടത്, വളരെ രഹസ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പതിന്ന സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ ആത്മാർത്ഥതയോടുകൂടി വിനയത്തോടുകൂടിയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു അതിനൊപ്പം തന്നെ പറഞ്ഞു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, ദുആയിൽ ഇഅ്തിദാൽ, അതിക്രമം കാണിക്കുന്നവൻ, അതിൽ പരിധി വിടുന്നവൻ, അങ്ങനെയുള്ളവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന സമയത്ത് അങ്ങേയറ്റം വിനയത്തോടുകൂടി ഒരു ആവശ്യക്കാരൻ ആവശ്യപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ട് ഒരു അട്ടഹസിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലമുറ കൂട്ടുന്നത് പോലെയല്ല റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനരികിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ അവർ വലിയ ഒച്ചത്തിൽ ദുആ ചെയ്യുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇർബഉ അലാ അൻഫുസിക്കും ഇന്നകും ലൈസ തദ്ഊന അസമ്മ വലാ ഗായിബ ഇന്നകും തദ്ഊന സമീഅൻ ഖരീബ വഹുവ മഅകും. ഈ ഹദീസ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചതാണ്. അതുപോലെ തന്നെ ഇമാം മുസ്ലിമും സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ ഒന്ന് അടങ്ങിയിരിക്കുക, ഒന്ന് പതുക്കെയാക്കുക. നിങ്ങൾ ഒരിക്കലും തന്നെ ദുആ ചെയ്യുന്നത് കേൾവിയില്ലാത്ത ഒരുവനോടല്ല, അല്ലെങ്കിൽ ഇവിടെ ഹാജറില്ലാത്ത ഒരുവനോടല്ല, നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാത്ത, കേൾവിയില്ലാത്ത, വളരെ ദൂരെയുള്ള, ഇതൊന്നും അറിയാത്ത ഒരുവനോടല്ല നിങ്ങൾ ദുആ ചെയ്യുന്നത്. ഇന്നകും തദ്ഊന സമീഅൻ ഖരീബ, എല്ലാം കേൾക്കുന്ന, നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള, അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കാളും ഏറ്റവും നന്നായി കേൾക്കുന്ന ഒരുവൻ ആരും തന്നെയില്ല. എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നത്. ആ ദുആ ചെയ്യുന്ന എല്ലാം കൃത്യമായി കേൾക്കുന്ന റബ്ബ് വഹുവ മഅകും, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒച്ചയുയർത്തിക്കൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ദുആ ചെയ്യേണ്ടതില്ല. വളരെ പതിന്ന സ്വരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ഖുശൂഅോടുകൂടി ദുആ ചെയ്യണം. ഇത് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൃദയ സാന്നിധ്യം ഉണ്ടാകുന്നതോടൊപ്പം, ഇങ്ങനെയുള്ള സമയങ്ങൾ തിരഞ്ഞെടുക്കുന്നതോടൊപ്പം ആ ദുആ ഈ രൂപത്തിൽ ഖുശൂഅോടുകൂടി ദുആ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹദീസിന് അധ്യായമായി അദ്ദേഹം കൊടുത്തത് ഇസ്തിഹ്ബാബു ഖഫ്ലി സൗതി ബിദിക്രി ഇല്ലാ ഫിൽ മവാദിഇ അല്ലതി വറദ അശ്ശറഉ ബിറഫ്ഇഹി ഫിഹാ, ശർഇൽ ഒച്ചയുയർത്തി ദുആ ചെയ്യാൻ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലല്ലാതെ ശബ്ദമുയർത്തി ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്യുന്നത് മുസ്തഹബല്ല. അങ്ങനെ പതുക്കെയാക്കലാണ് മുസ്തഹബ്. അല്ലെ, ഇമാം ഖുതുബയിൽ ദുആ ചെയ്യുന്ന സമയത്ത് ഇമാം ശബ്ദത്തിലാണ് ദുആ ചെയ്യുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ ദുആ ചെയ്യുന്ന സമയത്ത് ശബ്ദമുയർത്തേണ്ട ചില സന്ദർഭങ്ങൾ ശർഇൽ അനുവദിക്കപ്പെട്ടതുണ്ട്. അതല്ലാതെ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഉച്ചത്തിലല്ല ദുആ ചെയ്യേണ്ടത്, മറിച്ച് ഖഫ്ലുസ് സൗത്ത്, അതാണ് മുസ്തഹബായിട്ടുള്ളത്. ശബ്ദം വളരെ നന്നാക്കി, വളരെ നേർത്തതാക്കുക, ഖുശൂഅോടുകൂടി. അതാണ് ഖുശൂ ലഭിക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ എന്താണ് പറയുന്നത് എന്ന് ആലോചിക്കാൻ, നമ്മൾ എത്രമാത്രം ആവശ്യക്കാരനാണെന്ന് മനസ്സിലാക്കാൻ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ചോദിക്കുന്ന കാര്യം വളരെ നന്നായി ചിന്തിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് മൂന്നാമതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നാലാമത്തെ കാര്യം ഇസ്തിഖ്ബാലുൽ ഖിബ്ല വഖ്ത ദുആ, ദുആ ചെയ്യുന്ന സമയത്ത് ഖിബ്ലയെ മുന്നിടുക എന്നുള്ളതാണ്. ഇത് ദുആയുടെ മര്യാദയിൽപ്പെട്ട ഒന്നതാണ്, ദുആയുടെ നിബന്ധനയിൽപ്പെട്ടതല്ല. ഒരാളുടെ ദുആ ഒരിക്കലും തന്നെ അവൻ ഖിബ്ലയിലേക്ക് തിരിഞ്ഞില്ല എന്ന കാരണത്താൽ തള്ളപ്പെടുകയില്ല. പക്ഷേ ദുആ പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള
ഒരു മര്യാദയിൽപ്പെട്ടതാണ് ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത്. എത്രയോ സ്വഹീഹായ ഹദീസിൽ, ധാരാളക്കണക്കിന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന സമയത്ത് ഫസ്തഖ്ബൽ ഖിബല, ഖിബലയെ അഭിമുഖീകരിച്ചു എന്ന് കാണാൻ സാധിക്കും. ധാരാളം ദുആകളിൽ അത് കാണാൻ സാധിക്കും. ബദറിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളക്കണക്കിന് മുശ്രിക്കുകൾ അവർ മുസ്ലിമീങ്ങളെ നേരിടാൻ വരുന്ന സമയത്ത് അവിടുന്ന് ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദുആ ചെയ്യുന്ന ധാരാളം സന്ദർഭങ്ങൾ ഹദീസുകളിലുണ്ട്. നമുക്ക് പരിശോധിച്ചാൽ അത് വിശാലമായി ഒരുപാട് ഹദീസുകൾ ഉദ്ധരിക്കാനുണ്ട്. ചുരുക്കത്തിൽ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് വളരെ മുസ്തഹബായ ദുആയാണ്, വളരെ മുസ്തഹബായ കാര്യമാണ്. അങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകാനുള്ള സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞത് അത്തഹാറത്തു ഇദ്ദ അദ്ദുആ, ദുആ ചെയ്യുന്ന സമയത്ത് ശുദ്ധിയോടുകൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു മുഅ്മിൻ അവൻ ശുദ്ധിയാകുന്ന സമയത്ത് അവൻ ശുദ്ധിയല്ലാത്ത സമയത്തിനേക്കാളും ഖൈറായിട്ടുള്ളവനാണ്. ഒരാൾ വലിയ ശുദ്ധിയിലായ ഒരുവൻ, ഒരാൾ ചെറിയ ശുദ്ധിയിലായ മറ്റൊരുവൻ, ഒരാൾ ശുദ്ധിയുള്ള മറ്റൊരുവൻ. ആ ശുദ്ധിയുള്ളവനാണ് മറ്റ് രണ്ടാളുകളെക്കാളും ഏറ്റവും നല്ല അവസ്ഥയിലുള്ളത്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാളുകൾക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നിസ്കരിക്കുന്ന കാര്യം, മുസ്ഹഫ് സ്പർശിക്കുന്ന കാര്യം, അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരാൾ തഹാറത്തോടുകൂടി ദുആ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തഹാറത്തില്ലാത്ത സമയത്ത് ദിക്ർ പോലും ചൊല്ലാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അവിടുന്ന് എപ്പോഴും വുളു സംരക്ഷിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഒരിക്കലൊരു വ്യക്തി, അദ്ദേഹം ഖുൻഫുദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി സലാത്ത് ചൊല്ലി, അദ്ദേഹത്തിന് വേണ്ടി സലാം ചൊല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുക്കുന്നതിനിടയിലാണ് സലാം ചൊല്ലിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടി നൽകിയില്ല. ഹത്താ തവദ്ദഅ, അങ്ങനെ വുളു എടുത്തു കഴിഞ്ഞതിന് ശേഷം ഫറദ്ദ അലൈഹി, സലാം മടക്കി. എന്നിട്ട് അതിന് കാരണമായി പറഞ്ഞത് ഇന്നഹു ലം യംനഅനി അൻ അറുദ്ദ അലൈക ഇല്ലാ അന്നി കരിഹ്തു അൻ അദ്കുറല്ലാഹ ഇല്ലാ അലാ തഹാറ, തീർച്ചയായും എന്നെ സലാം മടക്കുന്നതിന് തടഞ്ഞിട്ടില്ല. എനിക്ക് തഹാറത്തില്ലാതെ അള്ളാഹുവിനെ ഓർക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലാതെ. അഥവാ തഹാറത്തോടുകൂടി അള്ളാഹുവിന് ദിക്ർ ചെയ്യുക, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, ദുആ ചെയ്യുക, ഇതെല്ലാം മുസ്തഹബായ കാര്യമാണ്. ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനുവേണ്ടി ഇരിക്കാൻ, നമുക്കൊരു പ്രത്യേകമായി റബ്ബിനോട് ദുആ ചെയ്യാൻ നമുക്ക് തോന്നിയാൽ അതിനുവേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഖിബലയിലേക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നതോടൊപ്പം തന്നെ ആ വുളുവും കൂടി എടുത്തിരിക്കുകയാണെങ്കിൽ ആ ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ദുആയുടെ മര്യാദയിൽപ്പെട്ടതാണ്. ഒരിക്കലും തഹാറത്തില്ലാത്ത ഒരുവൻ ദുആ ചെയ്താൽ അള്ളാഹു ദുആ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ഇതൊരു നിബന്ധനയാണ് എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള ഒരു മര്യാദയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് തഹാറത്തോടുകൂടി, ശുദ്ധിയോടുകൂടി ഒരുവൻ ദുആ ചെയ്യുക എന്നുള്ളത്. ആറാമത്തെ കാര്യമായി അദ്ദേഹം സൂചിപ്പിച്ചു റഫ്ഉൽ യദൈനി ഇൻദ ദുആ, ദുആഇന്റെ സമയത്ത് കൈകൾ ഉയർത്തുക എന്നുള്ളത്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന റബ്ബക്കും സുബ്ഹാനഹു വതആല ഹയ്യുൻ കരീം യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്റാ. അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക്കും ഹയ്യുൻ കരീം, നിങ്ങളുടെ റബ്ബ് അങ്ങേയറ്റം മാന്യനും ലജ്ജയുള്ളവനുമാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി, തന്നിലേക്ക് കൈകൾ ഉയർത്തിയ ഒരു അടിമയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നു. അൻ യറുദ്ദഹുമാ സിഫ്റാ, അവനൊന്നും കൊടുക്കാതെ സമ്പൂജ്യനായി മടക്കുക എന്നുള്ളത് അള്ളാഹുവിന് ലജ്ജയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താൽ അവനൊന്നും കൊടുക്കാതെ മടക്കുക എന്നുള്ളത് റബ്ബിന് ലജ്ജയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു നൽകുകയാണ്. എങ്ങനെയാണ് കൈകൾ ഉയർത്തേണ്ടത്? ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൈകൾ ഉയർത്തേണ്ടത് നമ്മുടെ രണ്ട് കൈകളും അത് ഒന്നുകിൽ നമ്മുടെ മുഖത്തേക്ക് കാണുന്നത് പോലെ, നമ്മുടെ മുഖത്തെ തിരിക്കുന്നത് പോലെ, കൈയുടെ പുറംഭാഗം ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, അതല്ല എങ്കിൽ രണ്ട് കൈകളും ആകാശത്തേക്ക് കാണിച്ചുകൊണ്ട്, ഉള്ളം കൈ ആകാശത്തേക്കും അതിന്റെ താഴ്ഭാഗം ഭൂമിയിലേക്കുമായിക്കൊണ്ട്, ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതായി ധാരാളം കാണാൻ സാധിക്കും. ദുആകൾ അതിന്റെ രൂപങ്ങൾക്കനുസരിച്ച് 3 രൂപത്തിൽ കൈകൾ ഉയർത്തിയതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും.
ദുആ അങ്ങേയറ്റം ആവശ്യമുള്ള സമയത്ത്, ഇബ്തിഹാലിന്റെ സമയത്ത്, അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന സമയത്ത്, ഇസ്തിഗാസ നടത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും അത് വല്ലാതെ ഉയർത്തി എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അവിടുത്തെ കക്ഷത്തിന്റെ വെള്ള കാണുന്നത് പോലെ അങ്ങനെയുള്ള രൂപത്തിൽ അവിടുന്ന് ധാരാളമായി കൈകൾ ഉയർത്തി ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന സമയത്ത്, അതെല്ലാ സമയവും ചെയ്തിട്ടില്ല, അങ്ങേയറ്റം പ്രയാസമുണ്ടാകുന്ന സമയത്ത് ആ രൂപത്തിൽ ദുആ ചെയ്തിട്ടുണ്ട്. സാധാരണയുള്ള ദുആ അതിപ്രകാരമാണ്. നാം നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കൈകളും ചേർത്ത് വെച്ചുകൊണ്ട് ഒന്നുകിൽ ആ രണ്ട് കൈയിന്റെയും ഉള്ളം ഭാഗം നമ്മുടെ മുഖത്തേക്കാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ ആകാശത്തിന്റെ ഭാഗത്തേക്ക് മുകളിലേക്കാക്കിക്കൊണ്ട് ആ രൂപത്തിൽ ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത്, അത് മിമ്പറിൽ ഖുത്ബ പറയുന്ന സമയത്ത് ഖതീബ് ഏതെങ്കിലും രൂപത്തിൽ ദുആ പറയുകയാണെങ്കിൽ ഇസ്തിസ്ഖാഇന്റെ സമയത്തല്ലാതെ, അഥവാ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്തല്ലാതെ മിമ്പറിൽ ഖതീബിനോ അതല്ല കേൾക്കുന്ന മഅ്മൂമീങ്ങൾക്കോ കൈകൾ ഉയർത്തുക എന്നത് പാടില്ലാത്തതാണ്. പല ആളുകൾക്കും അറിയാത്തത് കൊണ്ട് അവസാനം ഇമാം ഖുത്ബ കഴിഞ്ഞ അവസാനം ദുആ ചെയ്യുന്ന സമയത്ത് അവർ കൈകൾ ഉയർത്തുന്നത് കാണാൻ സാധിക്കും. അതൊരിക്കലും ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. നബിയോ സഹാബത്തോ നമ്മെ അത് പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ആ സമയത്ത് ദുആ ചെയ്യുന്ന ഖതീബ് ഒരു ചൂണ്ടുവിരൽ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിയതായി കാണാൻ സാധിക്കും. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മൂന്ന് രൂപത്തിലുമുള്ള ദുആയുടെ കൈകൾ ഉയർത്തിയതിൻ്റെത് നമുക്ക് അറിയിച്ചു നൽകിയിട്ടുണ്ട്. പണ്ഡിതന്മാരെല്ലാം അത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് കൈകൾ ഉയർത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. എന്നാൽ എല്ലാ ദുആകൾക്കും കൈകൾ ഉയർത്തേണ്ടതുണ്ടോ? വേണ്ടതില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ദുആകൾക്ക് കൈകൾ ഉയർത്തുന്നത് അത് മൂന്ന് രൂപത്തിൽ കാണാൻ സാധിക്കും. ഒന്ന്, ശറഇൽ ദുആകൾക്ക് കൈകൾ ഉയർത്തി എന്ന് സ്ഥിരപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. അവിടെ ദുആകൾക്ക് കൈകൾ ഉയർത്തൽ വളരെ മുസ്തഹബായ കാര്യമാണ്. അതിലൊന്ന് പറഞ്ഞത് ഇമാം ഖുതുബയിൽ ഇസ്തിസ്ഖാഇന്റെ ദുആ, മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ നടത്തുന്ന സമയത്ത് കൈകൾ ഉയർത്തുക എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള സമയത്ത്, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സമയത്ത് ഇമാമിനും ഒപ്പം മഅ്മൂമീങ്ങൾക്ക് എല്ലാവർക്കും കൈകൾ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത് ആ സമയത്ത് സുന്നത്തായി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉംറ ചെയ്യുന്ന സമയത്ത് തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് സഈ ചെയ്യുന്നതിന് വേണ്ടി സഫാ കുന്നിലേക്കും ശേഷം മർവ കുന്നിലേക്കും പോകും. അപ്പൊ ആ സഫയിൽ നിന്നും മർവയിൽ നിന്നും ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത് സുന്നത്തായി വന്നിട്ടുള്ളതാണ്. ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് അവിടെ അൽ ജംറത്തു സുഗ്റ അതിലൊന്നാമത്തേത്, അതുപോലെ തന്നെ അൽ ജംറത്തുൽ വുസ്ത അതിൽ നടുവിലുള്ളത്, ഈ രണ്ട് സ്ഥലത്ത് നിന്ന് ജംറയിൽ കല്ലെറിഞ്ഞതിന് ശേഷം കൈകൾ ഉയർത്തി ദുആ ചെയ്യുക എന്നുള്ളത് അത് സുന്നത്തായി വന്നിട്ടുണ്ട്. ഇതെല്ലാം നേർക്ക് നേരെ കൈകൾ ഉയർത്തി സുന്നത്തായി വന്നിട്ടുള്ള കാര്യമാണ്. ആ സ്ഥലങ്ങളിൽ കൈകൾ ഉയർത്തുക എന്നുള്ളത് അത് വളരെ മുസ്തഹബായ കാര്യമാണ്. ഇനി അതല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്, അവിടെ കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയിട്ടില്ല എന്ന് വളരെ സ്ഥിരപ്പെട്ടു വന്നതാണ്. നിസ്കാരത്തിൽ സലാം കിട്ടുന്നതിന് മുമ്പ് ദുആകളുണ്ട്. ദുആകൾക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന ഒരു സമയങ്ങളായി നമ്മൾ മനസ്സിലാക്കിയതാണ് നിസ്കാരത്തിന്റെ അവസാനത്തിൽ. ആ സമയത്ത് ഒരിക്കലും കൈകൾ ഉയർത്താൻ പാടില്ല. അതുപോലെ തവാഫ് ചെയ്യുന്ന സമയത്ത് കൈകൾ ഉയർത്തിക്കൊണ്ട് തവാഫ് ചെയ്യാൻ പാടില്ല, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ദുആയുടെ വളരെയധികം ശ്രേഷ്ഠതയും മറ്റും പഠിപ്പിക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്ത സ്ഥലങ്ങളിൽ അത് പ്രത്യേകമായി ഒഴിവാക്കേണ്ടതാണ്. ഇനി അതല്ല, നിരുപാധികമായി നമ്മൾ എപ്പോൾ ദുആ ചെയ്യുന്ന, ഒരു പ്രത്യേക സമയമൊന്നുമില്ലാതെ നമ്മൾ ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് കൈ ഉയർത്താവുന്നതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കൈ ഉയർത്താവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തിലാണ് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലയെ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞതാണ്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ ഇങ്ങനെയുള്ള ഒരു സമയത്തിൽപ്പെട്ടതാണ്. ആ ഒരു സമയത്ത് ഒരാൾക്ക് വേണമെങ്കിൽ കൈകൾ ഉയർത്തിക്കൊണ്ട് തന്നെ ദുആ ചെയ്യാവുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. ആ ദുആ ചെയ്യുന്നതിൽ ധാരാളം പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആവശ്യക്കാരനാണ് എന്ന ഒരു ഭാവം അതിലുണ്ട്. ദുആ ചെയ്യുന്നവൻ ആ കൈകൾ ഉയർത്തുമ്പോൾ തനിക്ക് തന്റെ ആവശ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകേണ്ടവനാണ് എന്ന ഭാവമുണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആകാശങ്ങളിലാണ്, അർശിന് മുകളിലാണ്. കാരണം മുകളിലേക്കാണ് ആളുകൾ കൈ ഉയർത്തി ദുആ ചെയ്യുന്നത്, ഒരിക്കലും താഴേക്കല്ല. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുന്നവന്റെ ആ ദുആ അതിൽ ഇത്തിഫാഖുണ്ട്. എല്ലാവർക്കും അവരുടെ പ്രവൃത്തികളിൽ ഒരു ഏകാഭിപ്രായമുണ്ട്. ഏകാഭിപ്രായമായി അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, ആകാശങ്ങൾക്ക് മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് എന്നുള്ളത്.
അപ്പോൾ ദുആ ചെയ്യുന്ന സമയത്ത് കൈകൾ ഉയർത്താം, അത് അനുവദനീയമായ കാര്യമാണ്. നമ്മൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാവുന്നതാണ്. അത് മുസ്തഹബാണ്. അങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് അത് തള്ളിക്കളയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഏഴാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞത് അൽ ബദാഅത്തു ബിഹംദില്ലാഹ് വതംജീദിഹി ثم الصلاة على نبيه صلى الله عليه وسلم قبل الدعاء. ദുആ ചെയ്യുന്നതിന് മുമ്പ് ഹംദ് കൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ്, അള്ളാഹുവിനെ സ്തുതിക്കുക. അതുപോലെ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന വാക്കുകൾ പറയുക, അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുക, അത് സുന്നത്തായ കാര്യമാണ്. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുന്ന രൂപത്തിലുള്ള അവന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പറയുക എന്നുള്ളത് സുന്നത്താണ്. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അൽഹംദുലില്ലാഹ്, അതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറയുക എന്നുള്ളത് സുന്നത്താണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സലാത്ത് ചൊല്ലുക, അത് ഇബ്രാഹിമി സലാത്ത് പൂർണ്ണമായി ചൊല്ലണമെന്നില്ല. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് ആ രൂപത്തിൽ ഹംദും സലാത്തും കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് ദുആയുടെ ഷർത്തല്ലെങ്കിലും ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള കാര്യത്തിൽ പെട്ടതാണ്. ഫളാലത്ത് ഇബ്നു ഉബൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, سمع رسول الله صلى الله عليه وسلم رجلا يدعو في صلاته لم يمجد الله تعالى ولم يصلي على النبي صلى الله عليه وسلم. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഒരു വ്യക്തി അയാൾ ദുആ ചെയ്യുന്നത് കണ്ടു. ആ ദുആയുടെ സമയത്ത് അയാൾ അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും ചൊല്ലിയിട്ടില്ല, ഹംദും സലാത്തും കൊണ്ട് അയാൾ ആരംഭിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജില ഹാദാ, ഇയാൾ തിരക്ക് കൂട്ടിയിരിക്കുകയാണ്, ഈ വ്യക്തി തിരക്ക് കൂട്ടിയിരിക്കുകയാണ്, ഇതും കൂടി ചെയ്തിട്ട് ദുആ ചെയ്താൽ മതിയായിരുന്നു, അല്പം തിരക്ക് കൂട്ടിയിരിക്കുന്നു. സുമ്മ ദഅാഹു, പിന്നീട് അയാളെ വിളിച്ചു, ഫഖാല ലഹു, എന്നിട്ട് പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ദുആ ചെയ്യുന്ന സമയത്ത് ഫൽയബ്ദ ബിതഹ്മീദി റബ്ബിഹി അസ്സ വജൽ വസ്സനാഇ അലൈഹി, അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ അത് ആരംഭിക്കേണ്ടത്. ദുആ നേരെ നമ്മൾ പോയി റബ്ബനാ തഖബ്ബൽ മിന്നാ അല്ലെങ്കിൽ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് ആരംഭിക്കുകയല്ല, മറിച്ച് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പോലെയുള്ള ദുആകൾ നമ്മൾ പറയുക, ഹംദും സലാത്തും നമ്മൾ പറയുക, ശേഷം നമ്മുടെ ആവശ്യങ്ങൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഫൽയബ്ദ ബിതഹ്മീദി റബ്ബിഹി അസ്സ വജൽ വസ്സനാഇ അലൈഹി, അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടും ആരംഭിക്കട്ടെ. സുമ്മ യുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും ചൊല്ലട്ടെ. സുമ്മ യദ്ഉ ബഅദു ബിമാ ഷാ, പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ ദുആ ചെയ്തു കൊള്ളട്ടെ. എന്താണോ ആവശ്യമുള്ളത് അവൻ ദുആ ചെയ്യട്ടെ. അതല്ലാതെ ദുആ ചെയ്തവനോട് തിരക്ക് കൂട്ടി എന്നാണ് പറഞ്ഞത്. നമ്മൾ ദുആ ചെയ്യുന്ന ഏതൊരു സന്ദർഭത്തിലും അത് നമുക്ക് ആ ഒരു സുന്നത്ത് പാലിക്കാവുന്നതാണ്. ഇനി ഒരാൾ ആ സലാത്ത് ചൊല്ലുന്ന രൂപത്തിൽ തന്നെ അത് തുടക്കത്തിൽ സലാത്ത് ചൊല്ലാം, ഇനി ഇടയിൽ ഒരാൾക്ക് സലാത്ത് ചൊല്ലാം, ദുആ അവസാനിപ്പിക്കുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ അവസാനിപ്പിക്കാം. ഇതെല്ലാം ദുആയുടെ സുന്നത്തിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് ദുആകൾ ഈ പറയുന്ന അദബിനോട് യോജിച്ചു വരുന്നതാണ്. ഒന്ന്, നമ്മൾ ബാങ്കിന് ശേഷം ഒരു ദുആ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 വക്തുകളിൽ ഒന്ന് ഇൻദൽ അദാൻ, ബാങ്കിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നിസ്കാരത്തിന്റെ അവസാനത്തിൽ സലാം വിട്ടുന്നതിന് മുമ്പുള്ള ദുആ, ഇതും സ്വീകരിക്കപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം, ഈ ഒരു കാര്യത്തിൽ പറഞ്ഞ രണ്ടും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ബാങ്കിന് ശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കും, നമ്മൾ ബാങ്കിൽ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ ബാങ്കിന് ശേഷം സലാത്ത് ചൊല്ലും, ശേഷമാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യം അവിടെയും ഉൾപ്പെട്ടു. അള്ളാഹുവിനെ പുകഴ്ത്തി സലാത്ത് ചൊല്ലി ബാങ്ക് കഴിഞ്ഞ ഉടനെ അവിടെ നിർത്താതെ എന്തെങ്കിലും ഒരു ദുആ നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നമുക്ക് സാധിക്കുന്ന ഒരു ദുആ എങ്കിലും ഓർമ്മിച്ച് ആ സമയത്ത് ദുആ ചെയ്താൽ അത് വലിയ മഹത്തരമായ കാര്യമാണ്. അതുപോലെ നമ്മൾ നോക്കും, നിസ്കാരത്തിന്റെ അവസാനത്തിൽ, നിസ്കാരത്തിലുടനീളം നമ്മൾ റബ്ബിനെ പുകഴ്ത്തുകയാണ്. തക്ബീർ കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇനി അവസാനം തശഹുദിൽ തന്നെ റബ്ബിന് തഹിയ്യത്തുകൾ അർപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പുകഴ്ത്തി ഇബ്രാഹിമി സലാത്ത് ചൊല്ലി, അപ്പൊ ഹംദുമായി സലാത്തുമായി ശേഷമാണ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുന്നത്.
അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു എന്ന് തുടങ്ങുന്ന ദുആയാകട്ടെ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ എന്ന് വന്ന ദുആയാകട്ടെ, അതല്ല നമ്മൾ ഏതൊരു ദുആ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ ദുആ ചെയ്യുന്ന സമയത്തും അവിടെ ഹംദും സലാത്തും തുടക്കത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നാം നേരത്തെ പറഞ്ഞ ആ ദുആയുടെ സന്ദർഭത്തിലും ഉൾപ്പെട്ടതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹംദും സലാത്തും ആരംഭിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ നമുക്ക് ശ്രദ്ധിക്കാം. എട്ടാമത്തെ കാര്യമായി അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത് അത്തൗബത്തു വൽ ഇസ്തിഗ്ഫാറു ബൈന യദൈ ദുആ. ദുആ ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ധാരാളം പാപങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആ പാപങ്ങളോട് റബ്ബിനോട് ആ പാപങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാൻ റബ്ബിനോട് ദുആ ചെയ്യാതെ നമ്മുടെ ആ ദുആയുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാൽ ദുആ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ ഒരുപാട് തിന്മകൾ എങ്ങനെ ഒരു വഴിയിൽ ചെയ്യുന്നു, ആ തിന്മകൾ പലതിലും നമ്മൾ തൗബ ചെയ്തിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ പോലും തേടിയിട്ടില്ല. പിന്നീട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് ഏറ്റു പറയുന്നു. എന്നിട്ട് ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്ന പ്രയാസം പറയുന്നു. യഥാർത്ഥത്തിൽ ഒരുപാട് ഹറാമുകൾ ഒരുവന്റെ ശരീരത്തിലും വസ്ത്രത്തിലും അതുപോലെ തന്നെ അവന്റെ ഭക്ഷ്യ പദാർത്ഥങ്ങളിലും എല്ലാം ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആക്ക് ഉത്തരം ലഭിക്കുകയില്ല. നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു ഹദീസുണ്ട്. ഒരു വ്യക്തി, അയാൾ യാത്ര ചെയ്ത ഒരു വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞു, ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു, അർറജുൽ യുതീലു സഫർ, ദീർഘമായ യാത്ര നടത്തി, അശ്ഗസ അക്ബർ, അവൻ മുടിയെല്ലാം ജടകുത്തിക്കൊണ്ട് പൊടി പുരണ്ടുകൊണ്ട്, അഥവാ യാത്രയുടെ പ്രയാസം കൊണ്ട്, യാത്രയുടെ കാഠിന്യം കൊണ്ട് അങ്ങനെയുള്ള ദീർഘമായ യാത്ര നടത്തിയിട്ട് വരികയാണ്. അവനാകട്ടെ ദേഹമാകെ ക്ഷീണത്തിലും പൊടിയും അതുപോലെ തന്നെ ജടകുത്തിയിട്ടുമെല്ലാം ഉണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, അവൻ ഇരു കൈകളും ആകാശത്തിൽ ഉയർത്തിക്കൊണ്ട് അവൻ പറയുന്നു, യാ റബ്ബി യാ റബ്ബ്, ഓ റബ്ബേ, അല്ലാഹുവേ എന്നവൻ വിളിച്ചുകൊണ്ട് പറയുന്നു. നോക്കണം, ഇവിടെ ഇവൻ യാത്രക്കാരനാണ്. ദുആക്ക് ഉത്തരം കിട്ടുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ഒരാളാണ് യാത്രക്കാരൻ എന്നുള്ളത്. കാരണം പ്രയാസത്തിലായിരിക്കും യാത്രക്കാരൻ ഉണ്ടാകുക, വലിയ ആവശ്യക്കാരനായിരിക്കും യാത്രക്കാരൻ. ആ സമയത്ത് റബ്ബ് ദുആക്ക് ഉത്തരം നൽകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അവൻ ഇങ്ങനെ കൈകൾ രണ്ടും ആകാശത്തേക്ക് ഉയർത്തിയിട്ടു. നാം തൊട്ടു മുമ്പ് പഠിച്ചു, കൈകൾ ആകാശത്തേക്ക് ഉയർത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ തവസ്സുലാക്കിക്കൊണ്ടാണ്, അത് റബ്ബിനെ അതുകൊണ്ട് വിളിച്ചുകൊണ്ടാണ്, അത് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്, അത് വിളിച്ചുകൊണ്ടാണ് അവൻ ദുആ ചെയ്യുന്നത്. പക്ഷെ അവന്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണം എന്താണ്? മത്അമുഹു ഹറാം, അവന്റെ ഭക്ഷണം അവൻ ഹലാലായതല്ല ഭക്ഷിക്കുന്നത്, അവന്റെ സമ്പാദ്യം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അവൻ പാനീയം അവൻ കുടിക്കുന്നത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അവൻ ധരിച്ചിട്ടുള്ള വസ്ത്രം അത് ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അവൻ ഹറാമിൽ ഊട്ടപ്പെട്ടിട്ടാണ് ഉള്ളത്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളതാണ്. കാരണം ദുആക്ക് ഉത്തരം കിട്ടാനുള്ള സാധ്യതകളെല്ലാം തുടക്കത്തിൽ പറഞ്ഞു, എന്നിട്ടും അയാൾക്ക് ദുആക്ക് ഉത്തരം കിട്ടാത്തതിന്റെ കാരണം ഇതാണ്. അതുകൊണ്ട് നാം ഈ പറയുന്ന നിബന്ധനകൾ പാലിക്കുന്നതോടൊപ്പം, ഈ പറയുന്ന മര്യാദകൾ ദുആയിൽ കൊണ്ടുവരുന്നതോടൊപ്പം നമ്മുടെ സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നാം സമ്പാദിക്കുന്ന സമ്പാദ്യം അത് ഹലാല് തന്നെയാണ്, അതിൽ ഹറാം കലരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നാമും കുടുംബവും ദുആ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് റബ്ബിന്റെ ദുആക്കുള്ള ഉത്തരം ലഭിക്കാത്തത്? നമ്മൾ ആദ്യം നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നമ്മുടെ സമ്പാദ്യം, നാം കുടിക്കുന്നത്, അത് കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഹലാലായ ഭക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ആ വസ്തു മാത്രം ഹലാലാകുക എന്നല്ല, മറിച്ച് ആ സമ്പാദ്യം കൂടി ഹലാലാകേണ്ടതുണ്ട്. അവൻ പലിശ കലരുന്നുണ്ടോ, അതല്ലെങ്കിൽ അതുപോലെയുള്ള പലിശ കയറുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള മാർഗങ്ങളിൽ അവൻ സമ്പാദിക്കുന്നുണ്ടോ, കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്ത് ഒരുപാട് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമാണ്. അവർ ദുആ ചെയ്യുന്നുണ്ട്, പക്ഷെ ദുആക്കൾക്ക് ഉത്തരം ലഭിക്കാത്തതിന്റെ കാരണം അതാണോ എന്ന് വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം റബ്ബിങ്കിലേക്ക് ദുആക്ക് ഉത്തരം കിട്ടുകയില്ല, ദുആ ഉയരുകയില്ല. അതുകൊണ്ട് ആ ദുആക്ക് ഉത്തരം കിട്ടാൻ നമ്മുടെ സമ്പാദ്യവും നമ്മുടെ വസ്ത്രവും നമ്മുടെ വെള്ളവും എല്ലാം തന്നെ ഹലാലാണ്, അള്ളാഹു അനുവദിച്ചത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ഓരോരുത്തർക്കും ബോധം വേണ്ടതുണ്ട്. സലഫുകളായ ആളുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും, ലാ തസ്തബ്തി അന്നൽ ഇജാബത ഇദാ ദഅൗത വഖദ് സദദ്ത തുറുഖുഹാ ബിദ്ദുനൂബ്. നിനക്ക് ഉത്തരം അത് നീ തടസ്സപ്പെടുത്താൻ പാടില്ല. നീ ആകട്ടെ തിന്മകൾ കൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടുന്നത് തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. നിനക്ക് ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം നീ തിന്മകൾ ഇങ്ങനെ അതിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്.
അള്ളാഹു അത് കേട്ട് നിനക്ക് ഉത്തരം നൽകണമെങ്കിൽ ഈ തിന്മകളിൽ നിന്നും നീ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതുണ്ട്, തൗബ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്കുള്ള തിന്മകൾ അത് നമ്മൾ ആലോചിച്ച് നോക്കണം. എന്തൊക്കെ തിന്മകൾ എന്നിലുണ്ട്, ഞാൻ എന്തൊക്കെ തിന്മകളിൽ തുടരുന്നുണ്ട്, എന്തൊക്കെ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട കാര്യം ഇസ്തിഗ്ഫാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ദിവസം 100ഓളം തവണ ഇസ്തിഗ്ഫാർ തേടിയതായി സഹാബത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ, ഞാൻ തീർച്ചയായും ഒരു ദിവസം അള്ളാഹുവിലേക്ക് 100ഓളം തവണ തൗബ ചെയ്തു മടങ്ങുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. അവിടുന്ന് വലുതോ ചെറുതോ ആയ ഒരു പാപവും ചെയ്തിട്ടില്ല. എന്നിട്ട് പോലും അവിടുന്ന് തൗബ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മകൾ ചെയ്തിട്ടുള്ള നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ തിന്മകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെ, മുൻഗാമികളിൽ ചില ആളുകൾ ഒരുപാട് പ്രയാസങ്ങൾ വന്നു പറഞ്ഞപ്പോൾ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഒരാൾ പറഞ്ഞു, എനിക്ക് കുട്ടിയില്ല, ഇസ്തിഗ്ഫാർ ചെയ്യുക. വേറൊരാൾ പറഞ്ഞു, നാട്ടിൽ മഴയില്ല, അദ്ദേഹം പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചെയ്യുക. അങ്ങനെ റിസ്ക് കിട്ടാത്തതിനും കുട്ടികളില്ലാത്തതിനും പോലെയുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മളിൽ തിന്മകൾ ഉണ്ടാകും. ആ തിന്മകൾക്ക് നമ്മൾ ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉത്തരം, ദുആക്കുള്ള ഉത്തരം അത് നമുക്ക് നൽകുക തന്നെ ചെയ്യും. അതല്ലാതെ റബ്ബ് ഉത്തരം ചെയ്യുന്നില്ല എന്ന് നമ്മൾ റബ്ബിനെ കുറിച്ച് മോശം വിചാരിക്കാൻ പാടില്ല. നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുക. നാം ഇസ്തിഗ്ഫാറും ദുആയും ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം എന്ന് മനസ്സിലാക്കുക. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് അൽ ഇൽഹാഹു ഫി ദുആഇ വഅദമു ഇസ്തിഅജാലിൽ ഇജാബ. നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ദുആ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും നമ്മൾ ഇസ്തിഅജാൽ കാണിക്കാൻ പാടില്ല, ധൃതി കാണിക്കാൻ പാടില്ല. ഇപ്പൊ കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. ഏതൊരു കാര്യം നമുക്ക് ആവശ്യം ഇപ്പം തന്നെ ആയിരിക്കും, പക്ഷെ ഇപ്പൊ തന്നെ കിട്ടണമെന്ന് റബ്ബിനോട് പറഞ്ഞ് നമ്മൾ ധൃതി കൂട്ടാൻ പാടില്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ദുആയുടെ ഉത്തരം വൈകിപ്പിക്കുന്നതിന് അവന്റേതായ ഹിക്മത്തുകളുണ്ട്. എത്രയോ തവണ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. നമ്മളൊരു കാര്യത്തിന് ദുആ ചെയ്യും, ചിലപ്പോൾ അവിടെ ഉത്തരം കിട്ടുകയില്ല. നമ്മൾ ആ വിചാരിച്ചതല്ലാത്ത കാര്യങ്ങൾ നമുക്ക് പിന്നീട് നടക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കും, അന്ന് ആ ഉത്തരം കിട്ടാത്തതെനിക്ക് വളരെ നന്നായി എന്ന് നമ്മൾ ചിന്തിക്കുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദുആക്ക് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിനോട് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബിനോട് റബ്ബെ നൽകണം. ഒരു തവണ പറഞ്ഞ് നിർത്താൻ പാടില്ല. നമ്മൾ വീണ്ടും അടുത്ത ദിവസവും ചോദിക്കണം. ഒരു ദിവസം തന്നെ ആവശ്യം നമ്മൾ ആവർത്തിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആത്മാർത്ഥമായി ആവർത്തിച്ച് ദുആ ചെയ്യുക. നമ്മൾ ഒരിക്കലും ധൃതി കൂട്ടാൻ പാടില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസ്തജാബു ലിഅഹദികും മാ ലം യഅജൽ. നിങ്ങളിലുള്ള ഒരാൾക്ക് ദുആക്കുത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും, മാ ലം യഅജൽ, അവൻ ധൃതി കൂട്ടാത്തിടത്തോളം. സഹാബത്ത് ചോദിച്ചു, എന്താണ് അവരുടെ ധൃതി കൂട്ടൽ? എന്താണ് ആ ധൃതി കൂട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ദഅഅതു റബ്ബി ഫലം യുസ്തജബ് ലി. യഖൂൽ, അവൻ പറയും, ഖദ് ദഅഅതു റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് ദുആ ചെയ്തു, ഫലം യുസ്തജബ് ലി, ഉത്തരം നൽകിയിട്ടില്ല. അല്ലെ, ചില സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ പറയും, ഞാൻ എത്രയായി ദുആ ചെയ്യുന്നു, എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇതൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണ്. ഞാൻ എത്രയായി ദുആ ചെയ്യുന്നു, എനിക്ക് ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയൽ അത് തിരക്ക് കൂട്ടലാണ്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് നമ്മൾ ചോദിക്കുന്ന കാര്യം അതെങ്ങനെ നൽകണമെന്ന് ഏറ്റവും നന്നായി അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ദുആ ആവർത്തിക്കുക എന്നല്ലാതെ ആ ദുആക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയില്ല എന്ന പരാതി പറയുക എന്നത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ദുആക്ക് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള ഒരു കാരണത്തിൽപ്പെട്ടതാണ് ഈ ഒരു പരാതി നമ്മൾ പറയുക. ഞാൻ എത്ര ദുആ ചെയ്തിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന് പരാതി പറയാനും പാടില്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്നൊരിക്കലും ഒരു ചിന്തയുണ്ടാകാൻ പാടില്ല. മറിച്ച് ദുആ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബിന് എന്തെങ്കിലും കാരണമുണ്ടാകും ഈ വൈകിപ്പിച്ചതിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുആ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് അതിനുള്ള പരിഹാരം എന്നത് കാണാൻ സാധിക്കും. 10ാമത്തെ കാര്യം, അൻ യജ്മഅ ഫീ ദുആഇഹി ബൈന റഗ്ബതി വറഹബ. ഒരുവൻ തന്റെ ദുആയിൽ റഗ്ബത്തും വറഹബത്തും അഥവാ പ്രതീക്ഷയും അതുപോലെ തന്നെ ഭയവും ഇത് രണ്ടും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്നും എന്റെ അമലുകൾ സ്വീകരിക്കുമോ എന്നുള്ള പേടി ഒരാൾക്കുണ്ടാകണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുന്നവനാണ് എന്നുള്ളൊരു പ്രതീക്ഷ, ഇത് രണ്ടും ഒരുവന്റെ മനസ്സിൽ ഒരുമിച്ചുണ്ടാകേണ്ട കാര്യമാണ്.
ഇത് സ്വീകരിക്കപ്പെടുമോ എന്ന പേടിയിൽ ആ അമലുകൾ നന്നാക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്താകട്ടെ, നമ്മൾ നിസ്കരിക്കുന്ന സമയത്താകട്ടെ, നമ്മൾ സകാത്ത് കൊടുക്കുന്ന സമയത്താകട്ടെ, സദഖകൾ കൊടുക്കുന്ന സമയത്താകട്ടെ, ഇതെല്ലാം അങ്ങ് സ്വീകരിക്കും എന്ന് നമ്മൾ വിചാരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് മുനാഫിക്കുകളുടെ സ്വഭാവമായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മുനാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ അമലുകൾ ചെയ്യുകയുമില്ല, എന്നാൽ അമലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും എന്നാണ് വിചാരിക്കും. ഹസൻ അൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്നൽ മുഅ്മിന ജമഅ ഇഹ്സാനൻ വശഫഖ. ഒരു മുഅ്മിൻ അവൻ നന്മയും അതുപോലെ തന്നെ ഇത് കിട്ടുമോ എന്നുള്ള പേടിയും ഉൾപ്പെടുത്തുന്നവൻ, അത് ഒരുമിച്ച് കൂട്ടുന്നവനാണ്. വഇന്നൽ മുനാഫിഖ ജമഅ ഇസാഅതൻ വഅംന. എന്നാൽ മുനാഫിഖൻ തിന്മയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക, അവൻ തിന്മ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം അള്ളാഹു സ്വീകരിക്കും എന്ന പ്രതീക്ഷയിലുമായിരിക്കും. നമ്മൾ എന്ത് തിന്മ ചെയ്താലും അള്ളാഹ് ഇതൊക്കെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയിൽ, അത് രണ്ടും ഒരുമിപ്പിക്കുന്നവൻ മുനാഫിഖാണെന്നാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും, പക്ഷെ അത് സ്വീകരിക്കുമോ എന്ന് പേടി. ഈ രണ്ട് കാര്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളൊരു അമല് ചെയ്യുമ്പോഴേക്ക്, നമ്മൾ ഒന്ന് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ നമ്മൾ 2 സുന്നത്ത് നോമ്പ് എടുക്കുമ്പോഴേക്ക് ഇതെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം റബ്ബ് സ്വീകരിക്കുമോ എന്നുള്ള ഒരു പേടി നമുക്കുണ്ടാകണം. എന്നിലുള്ള കുറവുകൾ കാരണം, ഞാൻ ചെയ്യുന്ന അമലുകളിലുള്ള പോരായ്മകൾ കാരണം റബ്ബ് സ്വീകരിക്കുമോ എന്ന പേടി ഉണ്ടാകണം. അതുപോലെ റബ്ബിനെ കുറിച്ച് ഏറ്റവും നല്ല അവന്റെ പ്രതീക്ഷയും അവനുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ നബിമാരുടെ പ്രാർത്ഥന, ഒരുപാട് നബിമാരുടെ പ്രയാസങ്ങളും അവർക്ക് വന്നിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവരുടെ എല്ലാം ഗുണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരെല്ലാവരും നന്മകളിൽ ധൃതി കൂട്ടുന്ന ആളുകളായിരുന്നു. വയദ്ഊനന റഗബൻ വറഹബ. പ്രതീക്ഷയോടുകൂടിയും ഭയപ്പാടോടുകൂടിയും നമ്മോട് ദുആ ചെയ്യുന്നവരായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ. വളരെ ഭയഭക്തിയോട് നമ്മോട് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് ഇത് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയും അതോടൊപ്പം തന്നെ എങ്ങാനും സ്വീകരിക്കപ്പെടാതാകുമോ എന്നുള്ള പേടിയും ഒരുവനുണ്ടാകേണ്ടതുണ്ട്. അതല്ലാതെ എല്ലാം സ്വീകരിക്കും എന്നുള്ള തികച്ച ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. റബ്ബേ ഇത് സ്വീകരിക്കണമേ എന്നുള്ള തേട്ടം എപ്പോഴും ഉണ്ടാകണം. ഇതാ അദ്ദേഹമോട് ഒരു കാര്യം കൊടുത്തതായി കാണാൻ സാധിക്കും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ് കഅബ നിർമ്മിച്ചിട്ടുള്ളത്. കഅബ നിർമ്മിക്കാൻ അള്ളാഹുവാണ് അദ്ദേഹത്തോട് കൽപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം കഅബ നിർവഹിക്കുന്നു, ഖലാസോടുകൂടി നിർവഹിക്കുന്നു, പൂർണ്ണമായി പറഞ്ഞതുപോലെ നിർവഹിക്കുന്നു. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുന്നത് എന്താ? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വുഹൈബ് ഇബ്നു വർദ് റഹിമഹുല്ലാ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, യാ ഖലീൽ റഹ്മാൻ തർഫഉ ഖവായിമ ബൈത്തിർ റഹ്മാൻ വഅൻത മുശ്ഫികുൻ അല്ലാ യതഖബ്ബല മിൻക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുകയാണ്, അദ്ദേഹം അള്ളാഹുവിന്റെ ബൈത്തുർ റഹ്മാൻ, റബ്ബിന്റെ ബൈത്ത് അത് നിർമ്മിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം അള്ളാഹു ഇത് സ്വീകരിക്കുകയില്ല എന്നുള്ള വേവലാതിയിലാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ കൽപ്പന അതുപോലെ നിർവഹിച്ചിട്ടും അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ പെട്ടിട്ടും അദ്ദേഹം അള്ളാഹുവിനോട് റബ്ബന തഖബ്ബൽ മിന്ന എന്നാണ് ദുആ ചെയ്യുന്നത്. നമ്മൾ ഏതൊരു നന്മകൾ ചെയ്താലും അത് റബ്ബേ നീ സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ടതുണ്ട്. അതല്ലാതെ ഞാൻ ഇതൊക്കെ ചെയ്തില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഇതോടുകൂടി ഇതെല്ലാം എൻ്റെ ഹസനാത്തിൽ അങ്ങ് കയറി എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. നമ്മൾ എത്ര നന്മകൾ ചെയ്താലും അത് റബ്ബെ സ്വീകരിക്കണമേ എന്നുള്ള തേട്ടം നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ ദുആയിൽ അതിൽ പ്രതീക്ഷയും അതുപോലെ തന്നെ ഭയപ്പാടും അത് ഒരുമിച്ചുണ്ടായിരിക്കേണ്ടതുണ്ട് എന്നതാണ്. അടുത്തതായി 11ാമത്തെ കാര്യമായി അദ്ദേഹം പറഞ്ഞത് അത്തവസ്സുലു ലില്ലാഹി സുബ്ഹാനഹു വ തആല ബിഅസ്മാഇഹി വസിഫാതിഹി വതൗഹീദിഹി. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന സമയത്ത് അവന്റെ ഉന്നതമായ നാമങ്ങൾ കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടും തൗഹീദ് കൊണ്ടും നമ്മൾ അല്ലാഹുവിലേക്ക് തവസ്സുൽ ചെയ്യണമെന്നാണ്. എന്താണ് തവസ്സുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇടതേട്ടമെന്നാണ്. തവസ്സുൽ സഹോദരങ്ങളെ, തവസ്സുൽ എന്ന് പറഞ്ഞാൽ അതെല്ലാം നിഷിദ്ധമായത് എന്ന് നമ്മൾ കരുതാൻ പാടില്ല. തവസ്സുലിൽ അനുവദിക്കപ്പെട്ട കാര്യമുണ്ട്. എന്താണ് അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ? അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ട്, റബ്ബേ നിന്റെ ഈ നാമങ്ങൾ കൊണ്ട്
നീ ഇങ്ങനെയുള്ളവനാണ് എന്ന റബ്ബിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ആ നാമങ്ങൾ കൊണ്ട് തവസ്സുൽ ചെയ്യുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചെയ്ത നല്ല നന്മകൾ ഉണ്ടെങ്കിൽ ആ നന്മകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, റബ്ബെ നിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ചെയ്തത്, അതുകൊണ്ട് റബ്ബെ എനിക്ക് ഈ കാര്യത്തിൽ നീ ഒരു എളുപ്പമുണ്ടാക്കി തരണം എന്ന രൂപത്തിൽ തവസ്സുൽ അനുവദനീയമാണ്. എന്നാൽ അതല്ലാതെ ഒരാൾ ഏതെങ്കിലും ഒരു ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഈ ഖബറിലുള്ള മഹാന്റെ ഹക്കുകൊണ്ടും ജാഹ് കൊണ്ടും ബറക്കത്ത് കൊണ്ടും റബ്ബെ നീ എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം എന്നവൻ റബ്ബിനോട് ചോദിച്ചാൽ പോലും അത് ബിദ്അത്താണ്. അത് ബിദ്അത്തായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ചും ഖബറിന്റെ അടുക്കൽ പോയി ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ ഉടൻ തന്നെ തൊട്ടടുത്ത പടിയായി ആ ഖബറാളിയോട് ചോദിക്കാനുള്ള സാധ്യതയും അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ശിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗവും കൂടിയാണത്. അത് അസ്ലിയായ ബിദ്അത്താണ്. അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന ഒരു മാർഗവും കൂടിയാണ്. നാം പറയുന്നത് ഖബറാളിയോട് ചോദിക്കുന്ന കാര്യമല്ല. ഖബറാളിയോട് ചോദിക്കുകയാണെങ്കിൽ അത് ശിർക്കുമാണ്, പ്രാർത്ഥിച്ചവൻ മുശ്രിക്കുമായി. എന്നാൽ ഒരു വ്യക്തി ഖബറിൽ ചെന്നുകൊണ്ടാകട്ടെ അതല്ലാത്തതാകട്ടെ ഏതെങ്കിലും ഒരു മഹാന്റെ പേര് പറഞ്ഞുകൊണ്ട്, അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലാകട്ടെ അതല്ലാത്ത മറ്റേതെങ്കിലും സഹാബത്തിന്റെയോ അതല്ല അവർ ഔലിയാക്കളാണെന്ന് ജനിപ്പിക്കുന്ന ആളുകളുടെ പേരിലോ ആകട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവരുടെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് കടുത്ത ബിദ്അത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. എന്നാൽ നാം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന്റെ അസ്മാഉകൾ കൊണ്ട് സിഫാത്തുകൾ കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, വലില്ലാഹി അൽ അസ്മാഉൽ ഹുസ്ന, തീർച്ചയായും ഏറ്റവും ഹുസ്നയായ ഉത്തമമായ നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. ഫദ്ഊഹു ബിഹാ, അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യൂ. അല്ലാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഫദ്ഊഹു ബിഹാ, ആ നാമങ്ങൾ കൊണ്ട് നീ റബ്ബിനോട് ദുആ ചെയ്യൂ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ദുആകൾക്കും അതിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവന്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് വളരെ ഖൈറായിട്ടുള്ള കാര്യമാണ്. ഖുർആനിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹിസ്സലാമിന്റെ ദുആയായി കാണാൻ സാധിക്കും. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ, നീ നമ്മൾക്ക് റിസ്ക് നൽകണം. വഅൻത ഖൈറുർ റാസിഖീൻ, റിസ്ക് നൽകുന്നവർ ഏറ്റവും ഖൈറായവൻ, ഏറ്റവും നന്നായി റിസ്ക് നൽകുന്നവൻ നീയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് ദുആ ചെയ്യുമ്പോൾ അൻതൽ ഗഫാർ അൻതൽ ഗഫൂർ, നീ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, നീ അങ്ങേയറ്റം പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്, എനിക്ക് പുറത്തു തരണമേ എന്ന് ഓരോന്നിനും യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ നമുക്ക് ദുആ ചെയ്യാം. നമ്മൾ ദുആയിലെല്ലാം അതുണ്ട്. നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം, ദുആ ചെയ്യാൻ തഖബ്ബൽ ഖബൂലാക്കാൻ വേണ്ടി ദുആ ചെയ്യുമ്പോൾ നമ്മൾ റബ്ബിനോട് പറയുന്നത്, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്, നീ ഇതെല്ലാം കണ്ടിട്ടുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇത് സ്വീകരിക്കണമേ. വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ, റബ്ബേ നീ മുദ്നിബീങ്ങളുടെ തിന്മ ചെയ്യുന്നവർക്ക് അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം. ധാരാളം ദുആകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദുആ, നമുക്ക് സലാം വീട്ടുന്നതിന് മുമ്പ് ദുആ ചെയ്യാൻ പറ്റുന്ന ദുആ, അതിൽ കാണാം അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, അല്ലാഹുവേ ഞാൻ എന്റെ നഫ്സിനോട് ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്, ദുൽമ ചെയ്തു പോയി. വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, റബ്ബേ നീ അല്ലാതെ അതൊന്നും പുറത്തു തരാനില്ല. ഫഗ്ഫിർലി മഗ്ഫിറതൻ മിൻ ഇൻദിക്, നിന്നിൽ നിന്നുള്ള പാപമോചനം കൊണ്ട് നീ എനിക്ക് അത് പുറത്തു തരണം. വർഹംനി, നീ എനിക്ക് കരുണ ചൊരിയണം, നിന്റെ റഹ്മത്ത് നൽകണം. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. പിന്നീട് നേരത്തെ ചോദിച്ച രണ്ട് കാര്യങ്ങളും റബ്ബിന്റെ സിഫത്തുകളാണ്, റബ്ബിന്റെ നാമങ്ങളാണ്. ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനുമാണ്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണം, എനിക്ക് കരുണ ചൊരിയണം എന്നുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുന്ന സമയത്ത് അവന്റെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ള ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. ഖുർആനിൽ അമ്പിയാക്കൾ ദുആ ചെയ്യുന്ന സമയത്തെല്ലാം അത് നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മൾ അതുപോലെ പിൻപറ്റുക. അതുപോലെ തൗഹീദുഹു, അല്ലാഹുവിന്റെ തൗഹീദ് കൊണ്ട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത, റബ്ബേ നീയാണ്, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല, ആരാധനക്കർഹൻ നീ മാത്രമാണ്. അതാണ് തൗഹീദ്. അതെടുത്തു പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നുള്ളത് അത് നമുക്ക് ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. ഒരിക്കലൊരു വ്യക്തി ദുആ ചെയ്യുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്താണ് അദ്ദേഹം ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, അന്നി അഷ്ഹദു, അതിനു മുമ്പായി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്നക അൻതല്ലാഹ്, നീയാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അൽ അഹദ്, നീ അഹദാണ്, ഏകനാണ്, അസ്സമദ്, നീ സമദാണ്, അല്ലദീ ലം യലിദ്,
വലം യൂലദ്, നീ ജനിച്ചിട്ടുമില്ല ജനിപ്പിച്ചിട്ടുമില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, നിന്നോട് സമമായിട്ടുള്ള പേരൊത്തിട്ടുള്ള മറ്റാരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ലഖദ് സഅൽതല്ലാഹ ബിൽ ഇസ്മില്ലദി ഇദാ സുഇല ബിഹി അഅത വഇദാ ദുഇയ ബിഹി അജാബ്, നീ തീർച്ചയായും അല്ലാഹുവിന്റെ ഒരു നാമം കൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ നാമത്തിന്റെ പ്രത്യേകത എന്താണ്? ഇദാ സുഇല ബിഹി അഅത, അത് മുഖേന നീ ചോദിച്ചാൽ നിനക്ക് നൽകപ്പെടും. വഇദാ ദുഇയ ബിഹി അജാബ്, അത് മുഖേന നീ ദുആ ചെയ്താൽ നിനക്ക് ഉത്തരം നൽകപ്പെടും. ഇതിൽ തൗഹീദാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇഖ്ലാസിലുള്ള സൂറത്തുൽ ഇഖ്ലാസിലുള്ള വാചകങ്ങളാണ് അദ്ദേഹം ദുആക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അൻത് എന്ന രൂപത്തിലുള്ള ദുആ അത് റബ്ബ് സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ദുആക്ക് ഉത്തരം ചെയ്യാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 12ാമതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത്തസദ്ദുഖു ബൈന യദൈ ദുആ, ദുആക്ക് മുമ്പായി സദഖ ചെയ്യുക എന്നുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ദുആക്ക് വേണ്ടി പ്രത്യേകം സദഖ ചെയ്യുക എന്നുള്ളതിന് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പക്ഷേ പൊതുവിൽ സഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, സദഖത്തു സിർരി തുത്ഫിഉ ഗളബർ റബ്ബ്, രഹസ്യമായിട്ടുള്ള സദഖ എന്ന് പറയുന്നത് റബ്ബിന്റെ കോപത്തെ അണച്ചു കളയും എന്ന് കാണാൻ സാധിക്കും. രഹസ്യമായി ധാരാളം സദഖ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് റബ്ബിൽ നിന്നുണ്ടാകുന്ന കോപം അവരിൽ ഉണ്ടാവുകയില്ല. റബ്ബിന്റെ കോപം അവർക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗളബ് അവനിൽ നിന്ന് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവന് ലഭിക്കാനുള്ള റബ്ബിന്റെ റഹ്മത്താണ്. അത് മുഖേന അവന്റെ ദുആക്ക് ഉത്തരം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. 13ാമതായി അവസാനമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തഹരി അൽ അദ്ഇയതല്ലതി അഖ്ബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ദുആ മഅഹ മുസ്തജാബ്, ചില പ്രത്യേക ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ദുആകൾ ചെയ്താൽ തന്നെ അത് ഉത്തരം ലഭിക്കുന്ന കാര്യമാണ്. ആ ദുആകൾക്ക് പ്രത്യേകമായി ഉത്തരം കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ദുആകൾ കൂടി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആകൾ അത് നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ, അവിടുന്ന് ഒരിക്കൽ നമുക്ക് പറഞ്ഞു തന്നു ദഅവതു ദിന്നൂൻ ഇദ് ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്, മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കെ ദുന്നൂൻ അദ്ദേഹം പ്രാർത്ഥിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ ആരാധനക്കർഹനില്ല, സുബ്ഹാനക നിന്നെ ഞാൻ പരിശുദ്ധപ്പെടുത്തിയിരിക്കുന്നു, ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഞാൻ തീർച്ചയായും അക്രമികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു, ഒരു മുസ്ലിമായ വ്യക്തി അവന്റെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ഒരു വാചകം പറഞ്ഞുകൊണ്ട് ശേഷം അവൻ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു, അത് മുഖേന അല്ലാഹു അവന് ഉത്തരം നൽകാതെയില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചു തന്ന ദുആകൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം നേരത്തെ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ തൗഹീദുമായി ബന്ധപ്പെട്ട് വിഷയം പറഞ്ഞുകൊണ്ട് അഥവാ ഇഖ്ലാസിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുവൻ ദുആ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് മുഖേന ചോദിച്ചാൽ അവന് ഉത്തരം ലഭിക്കും, ദുആ ചെയ്താൽ അത് അവന് സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുന്നത്തിൽ വന്ന ദുആകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ എത്രമാത്രം മുന്നിലാണെന്ന് ശ്രദ്ധിക്കണം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മനോഹരമായ സുന്ദരമായ ചെറിയ വാചകങ്ങളിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഇഹലോകത്തേക്കും പരലോകത്തേക്കും ഉൾക്കൊള്ളുന്ന ദുആകളുണ്ട്. ആ ദുആകളിൽ എത്രമാത്രം നമുക്ക് ഹിഫ്ളുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് എല്ലാ നേരത്തും ദുആയുടെ കിതാബ് പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുകയില്ല. പോകുന്നിടത്തൊക്കെ ദുആയുടെ കിതാബ് വെച്ച് നമുക്ക് ദുആ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ പരമാവധി ഹിഫ്ളാക്കേണ്ടതുണ്ട്. സഹീഹായ അദ്കാറുകളും ദുആകളും എല്ലാമുള്ള കിതാബുകളുണ്ട്. ആ കിതാബുകൾ നമ്മൾ വാങ്ങിക്കൊണ്ട് ചെറിയ ചെറിയ അതിലേറ്റവും ചെറിയ ചെറിയ ദുആകൾ നമ്മൾ ഹിഫ്ളാക്കേണ്ടതുണ്ട്. നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, ശരിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലയാളത്തിൽ ചോദിച്ചാലും ഉത്തരം നൽകും. പക്ഷെ ഉത്തരം പ്രത്യേകം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര കാലമായി ഈ ദീനിന്റെ പേരിൽ നമ്മൾ പഠിക്കുകയും അതിനുവേണ്ടി ഇരിക്കുകയും പരിശ്രമിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകൾ നമുക്ക് എത്ര അറിയാം എന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ഇതാ റമളാൻ വരാൻ അടുത്തായി, നമ്മൾ റജബിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇനി റജബും ശഅബാനുമാണ് ബാക്കിയുള്ളത്. ആ റമളാൻ ആകുമ്പോഴേക്കും ഒരു 2 മാസത്തിൽ നമുക്ക് ചുരുങ്ങിയത് വളരെ കുറച്ച് ഒരു ആഴ്ചയിൽ നമ്മൾ ഒരു 5 ദുആ അല്ലെങ്കിൽ 2 ദുആ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഒരുപാട് ദുആ പഠിക്കാൻ പറ്റും. റമളാനിൽ പ്രത്യേകമായി നമുക്ക് ദുആ ചെയ്യാൻ നമ്മൾ ഒരുപാട് നേരം ഇരിക്കാറുണ്ട്, അതിന് സമയം കണ്ടെത്താറുണ്ട്. പക്ഷെ മനോഹരമായ പല ദുആകളും നമുക്കറിയില്ല എങ്കിൽ വലിയ നഷ്ടക്കാരായി തീരും. അതുകൊണ്ട് സഹീഹായ ദുആകൾ ലഭിക്കുന്ന കിതാബുകളുണ്ട്. ഖുർആനിലുള്ള ദുആകൾ,
ഹദീസിൽ വന്ന ദുആകൾ അതിരുന്നു കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഇനി അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് കേട്ടുകൊണ്ട് ആ ദുആകൾ മനഃപ്പാഠമാക്കാൻ ഹിഫ്ളാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ദുആകൾ ആവർത്തിച്ച് പഠിച്ച് നമ്മൾ ഹിഫ്ളാക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ദുആകൾ കൂടി ഈ പറയുന്ന കാര്യത്തിനോടൊപ്പം ഒരുമിച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം നൽകും. അതുകൊണ്ട് ദുആക്ക് ഉത്തരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഈ നിബന്ധനകൾ, ഈ പറയുന്ന മര്യാദകൾ അത് പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ ഇൽമുകൾ പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നു പോകുന്ന ചെറുതും വലുതുമായ ചിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്ത് കൊണ്ട് അവന്റെ ഫദ്ൽ കൊണ്ട് നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹ دقها وجله سرها وعلانيته صغيرها وكبيرها يا غافر المذنبين. اللهم إنا ظلمنا أنفسنا فاغفر لنا ذنوبنا يا غافر المذنبين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أجرنا من النار. اللهم إنا نسألك الجنة وما يقرب إليها من قول أو عمل. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله أعلم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.